തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 500ഓളം ബൈക്ക് കത്തിപ്പോയി. അപ്പോൾ ആ തീ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷണത്തിലാണ് വ്യക്തമാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തീ പിടിച്ചത് നമ്മുടെ റെയിൽവേയുടെ അനാസ്ഥ കാരണമാണ്. അതിൻ്റെ കമ്പിൽ നിന്ന് ഒരു തീപ്പൊരി വീണതാണ് കാരണമെന്ന് പറയുന്നുണ്ട്. ഇതാരാ പറഞ്ഞത്? അവിടെ ബൈക്ക് സൂക്ഷിക്കാൻ വയ്ക്കുന്ന ജീവനക്കാരി. അതൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഈ കുട്ടി ചേച്ചി ബാത്റൂമിലേക്ക് പോയിക്കായിരുന്നു, ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വേറെ വണ്ടി ഒന്നും അവിടെ വന്നിട്ട് ഞാൻ മറ്റേ ട്രെയിൻ പോവാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്കിംഗ് ആണ് വീണത്. ഈ വണ്ടി നമ്മള് മൂടില്ലേ. അപ്പോൾ കേട്ടില്ലേ എന്താണ് അവർ പറയണത്? ഇലക്ട്രിസിറ്റിയുടെ മുകളിൽ നിന്ന് കമ്പിയിൽ നിന്ന് ഒരു തീപ്പൊരി വന്ന് വീണു, ബൈക്കുമിലേക്ക് വീണു. ആ ബൈക്ക് മൂടിയിരുന്ന കവർമ ആദ്യം തീ പിടിച്ചു എന്നാണ് പറയണത്. ഇവരിത്രയും പോകുന്ന ഒരു തീപ്പൊരി ഇതിനെ മുകളിൽ നിന്ന് വീണത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കാലത്താണ്. അത് വിശ്വാസയോഗ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പിടിച്ചു, സംഗതി ശരി. അപ്പോൾ കരാറുകാരൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ ജീവനക്കാരിയോട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ചാനലുകാർക്ക് കൊടുത്തു. അതേപോലെ അത് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാറുകാരൻ്റെ തലേന്ന് അങ്ങോട്ട് മാറി റെയിൽവേരെ തലയിലേക്കാണ്ട് വെച്ച് കൊടുക്കാം. ഇനി റെയിൽവേ നോക്കിക്കോട്ടെ, നഷ്ടപരിഹാരമോ ഇഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കാശോ എന്തായാലും ഇനി റെയിൽവേ നോക്കട്ടെ. ഇനി അന്വേഷിച്ച് എവിടെ നിന്ന് തീ വന്നതെന്നുള്ള അന്വേഷിച്ച് കുറേ കഴിയുമ്പോൾ ഈ തീ എവിടെ നിന്നും വന്നിട്ടുണ്ടാവില്ല. ഇനി അടുത്ത എവിടെന്നെങ്കിലും വല്ലവരും ബീഡി കത്തിച്ചിട്ട് അവിടെ നിന്ന് ഒരു തീപ്പൊരി ഇങ്ങോട്ട് വന്നാന്നൊക്കെ പറഞ്ഞ് കാര്യം അവസാനിപ്പിക്കാമല്ലോ. അതുണ്ടാവും അവസാനം. നമ്മുടെ ഒരു ട്രെയിൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന്, എവിടുന്നോ ഒരു ടൊവിനോ വന്ന് ചാടിയതാന്ന് പറഞ്ഞ കാറ്റ്. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ പോകും. ഇതിൻ്റെ ഉള്ളിലത്തെ അന്വേഷിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ എന്താണത് തീ പിടിക്കാനുള്ള കാരണം എന്നുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓർഡർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബലമായ സംശയം എന്താ വെച്ചാൽ ഇത് തീപ്പൊരി വീണിട്ട് അങ്ങനെ കത്താൻ എത്രയും കൊല്ലങ്ങളായിട്ട് ബൈക്കുകളവിടെ ഇന്നവരൊരു തീപ്പൊരി പോലും നമ്മളവിടെ കണ്ടിട്ടില്ല. പിന്നെ ഈ കമ്പികളൊക്കെ ഭയങ്കര അകലാണ് ഇരിക്കുന്നത്. ഈ കമ്പികളൊക്കെ കൂട്ടിമുട്ടിയാലാണ് ഇങ്ങനെ തീപ്പൊരിയും കാര്യങ്ങളൊക്കെ ചോട്ടിലേക്ക് വരിക. അതിൻ്റെ മുകളിൽ നിന്ന് തീപ്പൊരി വരാനൊന്നും യാതൊരു സാധ്യതയുമില്ല. അതൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ, അല്ലേ ഇനി അതിൻ്റെ ഉള്ളിൽ വല്ല ഇലക്ട്രിക് സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം. ഈ കത്തിയ വണ്ടിയിൽ ഏതെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ ലിഥിയൻ ബാറ്ററിയുള്ള ആ സാധനം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കത്തുന്നുണ്ട്. ഇത്രയധികം ബൈക്കുകൾ വെച്ച് കൊടുത്താൽ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ